കെ.പി.സി.സി നേതൃമാറ്റ ചർച്ചയിൽ ചേരിതിരിഞ്ഞ് നേതാക്കൾ പദവി ഒഴിയില്ലെന്ന നിലപാട് കർക്കശമാക്കി കെ സുധാകരൻ. കൂടുതൽ നേതാക്കൾ സുധാകരനെ പിന്തുണച്ചതോടെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലായിരിക്കുന്നു. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നൃപൻ, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കെ സുധാകരൻ, ഞാൻ മാറില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒരു കോണിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു. ഒരു നേതാവ് ആ വിധത്തിൽ പ്രചരിപ്പിക്കുന്നു. വസ്തുതാവിരുദ്ധമായ വാർത്തകൾ നേതൃത്വത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. എനിക്ക് മാറേണ്ട ആവശ്യമില്ല, അങ്ങനെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന്. ഹൈക്കമാൻഡ് ഈ വിധത്തിൽ ദുർബലപ്പെട്ടു പോയോ? മാറണമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ മാറണം എന്നാവശ്യപ്പെടുമ്പോൾ ആ ആവശ്യം നിരാകരിക്കപ്പെടുകയാണ്. ഈ കോൺഗ്രസിന് ഇത് എന്ത് സംഭവിച്ചു? കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന ചർച്ചകൾ ഏകദേശം 6 മാസം മുമ്പാണ് കൂടുതൽ വ്യാപകമായി അഭ്യൂഹങ്ങൾ പരന്നത്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെട്ടു. അതിന് ശക്തിപ്പെടാനുള്ള കാരണം ദില്ലിയിൽ കെ സുധാകരനെ വിളിപ്പിച്ച് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും നടത്തിയ ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ കെ സുധാകരൻ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നില്ല. അപ്പോഴേക്കും വലിയ തരത്തിലെ വാർത്തകൾ ദില്ലിയിൽ നിന്നും കേരളത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടായി. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് സുധാകരൻ വിരുദ്ധ ക്യാമ്പുകളിൽ നിന്നാണ്. സുധാകരനെ മാറ്റാൻ പോകുന്നു എന്ന തരത്തിലെ വാർത്തയുണ്ടായത്. പക്ഷേ ഒരു ദിവസം അടങ്ങിയിരുന്ന കെ സുധാകരൻ ഈ തലസ്ഥാനത്ത് എത്തിച്ചേർന്ന ശേഷമാണ് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത്. അദ്ദേഹം പറഞ്ഞു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, തന്നെ മാറ്റുന്ന തരത്തിലുള്ള ഒരു സൂചനയും AICC നേതൃത്വം നൽകിയിട്ടില്ല. മാത്രമല്ല അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പാർട്ടിയുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന തരത്തിലുള്ള സംഘടനാ തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് നടത്തിയത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ ഒരു പ്രചരണം ഒരു കോണിൽ നിന്ന് നടത്തുന്നുണ്ട്. അത് ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ആ നേതാവിനെ കുറിച്ച് തനിക്കറിയാമെന്ന് പറയുന്നു. കാരണം സമകാലിക പ്രശ്നങ്ങളിൽ ഏത് നേതാവായിരിക്കും കെ സുധാകരനെതിരെ നിൽക്കുന്നത് എന്ന കാര്യം സമീപകാല വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാവുന്നതാണ്. ആ നേതാവിനെതിരെയാണ് അദ്ദേഹം കെ സുധാകരൻ പ്രതികരണവും കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിനുശേഷം പുറത്തു വരുന്ന വിവരമെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഉറച്ച നിലപാടിൽ നിൽക്കുന്നു. അദ്ദേഹത്തെ ഏത് തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായാലും ഈ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കും. 1-2 ദിവസത്തിനുള്ളിൽ ആ പ്രഖ്യാപനം വരുമെന്ന് മറുഭാഗം കാത്തിരിക്കുന്നു. കെ സുധാകരനെ അനുകൂലിക്കുന്ന കെ മുരളീധരനെ പോലെയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, ശശി തരൂർ, മുതിർന്ന നേതാവായ A.K. ആന്റണി അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനെ പിന്തുണയ്ക്കുന്നു. കെ മുരളീധരൻ പരസ്യമായി സുധാകരൻ മാറേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. സുധാകരനെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ പരസ്യമായി നിലപാട് സ്വീകരിക്കുന്നു, രംഗത്ത് വരുന്നു. പക്ഷേ സുധാകരനെ മാറ്റുമെന്ന് പറയുന്ന നേതാക്കൾ പരസ്യമായി വരുന്നില്ല. അവർ രഹസ്യമായി കാത്തിരിക്കുകയാണ്. കടുത്ത നടപടിയിലേക്ക് ഹൈക്കമാൻഡ് പോകുമെന്ന കാര്യത്തിൽ 1-2 ദിവസത്തിനിടയിൽ ആ നിലപാട് വരുമെന്ന ആ പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇക്കാര്യത്തിൽ സുധാകരൻ സതീശൻ എന്ന തർക്കം എന്നതിനപ്പുറത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വരികയാണ്. സഭകളിൽ നിന്ന് ആന്റണി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന ആവശ്യം ഉയരുമ്പോൾ അങ്ങനെ ഒരു സമവാക്യം രൂപപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുമോ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ? പകരം പലതരത്തിലെ പേരുകളാണ് വളർന്നു വരുന്നത്. ആ പേരുകളിൽ തന്നെ മാനദണ്ഡം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന കാര്യത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ദൗർഭാഗ്യകരമാണ്. ചില സമുദായ നേതാക്കളുടെ പ്രാതിനിധ്യത്തിനനുസരിച്ച് കെ.പി.സി.സി അധ്യക്ഷനെ തീരുമാനിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നു. ചില സമുദായ നേതാക്കൾ അവർ 1, 2, 3 പേരുകൾ നൽകി. അതിൽ ഒന്നാമത്തെ പേരുകാരനായി ആന്റണി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെ സുധാകരനെ മാറ്റുകയാണ്, സമുദായ പ്രാതിനിധ്യം അനുസരിച്ചാണ് കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതികരിക്കുന്ന ഒരു സമുദായത്തിൻ്റെ നേതാവ് പരസ്യമായി തന്നെ രംഗത്ത് വരുമെന്നും ആ നേതാക്കളെ വിളിച്ച് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകരുത് എന്നും പറഞ്ഞു. കെ സുധാകരൻ അനുകൂലികൾ പറയാണ് ഇങ്ങനെ തന്നെ മാത്രം മാറ്റുകയാണെങ്കിൽ അത് സമുദായ വേർതിരിവാണ്. ഒരു പാക്കേജായി മാറ്റുകയാണെങ്കിൽ ഒന്നിച്ച് നേതൃത്വത്തിൽ വന്ന കെ സുധാകരനെ ഒപ്പം തന്നെ VD സതീശനെയും ഒരുമിച്ച് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുകയാണെങ്കിൽ സുധാകരൻ നടത്തുന്ന പൊട്ടിത്തെറി മാത്രമായിരിക്കില്ല. കേരളത്തിലെ കോൺഗ്രസ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു? സുധാകരൻ്റെ കാര്യപ്രാപ്തി കുറവാണോ, മറിച്ച് സമുദായികപരമായിട്ടുള്ള ഇക്വേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയാണോ എന്ന തരത്തിലുള്ള ചർച്ച നടക്കും. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയം, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങണം. ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു നീക്കത്തിലേക്ക് പോയി സുധാകരൻ പൊട്ടിത്തെറിക്കുകയും മറ്റു തരത്തിലുള്ള ചർച്ചയിലേക്ക് പോയാൽ എന്ത് ഉണ്ടാകുമെന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. ഇപ്പോൾ അറിയുന്ന 1-2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന സംശയമുള്ളത് കെ സുധാകരൻ്റെ കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറിച്ചുള്ള പ്രതികരണവും